അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു അദ്ദേഹത്തെ വല്ലപ്പോഴുമൊക്കെ കണ്ടുമുള്ള ഒരു പരിചയവും അനുഭവമാണ് എനിക്കുള്ളത്. അതിലുപരി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ ഇരിക്കുന്ന TJ മാത്യു അങ്കിളുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്. മാത്രമല്ല ഇവരുടെ സഹോദരി ഇവരുടെ കസിനായ അടൂരുള്ള ഒരു ആൻറ്റി അവരുമായിട്ടുള്ള എൻ്റെയും കൂടെ ബന്ധുവായതുകൊണ്ട് അത്തരത്തിൽ പണ്ട് തൊട്ടേ TJ സാറിനെ കുറിച്ച് പേഴ്സണലായിട്ട് അറിയാം. ഇവരൊക്കെ തയ്യൽ കുടുംബത്തിലെ അംഗങ്ങളാണ്. തയ്യൽ കുടുംബത്തിലെ ആളുകൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ഗാഢമാണ്. എപ്പോഴും ഇപ്പോൾ 97 വയസ്സായ അദ്ദേഹം ഒരു 80-85 വയസ്സ് വരെ കൃത്യമായും നാട്ടിലെത്തുകയും തുമ്പമണ്ണിലും ബന്ധുക്കളുടെ വീടുകളിലുമൊക്കെ എത്തുകയും ഒരുമിച്ച് കൂടുകയും ഇവർ വളരെ സുദീർഘമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ആനിക്കൊച്ചമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആനിക്കൊച്ചമ്മ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പം ക്രിസ്ത്യാനികൾ പോലും പിന്നെ ധരിച്ചാൽ ദഹിപ്പിക്കുന്ന ഒരു കാലത്ത് പണ്ടതില്ലായിരുന്നു. കാരണം ഇന്ന് സ്ഥലപരിമിതി കൊണ്ടാണ് ചില ക്രിസ്ത്യൻ സഭകൾ പോലും ബോഡി ദഹിപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നത്. ഇതൊന്നുമില്ലായിരുന്ന കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പറയുമായിരുന്നു, മരിച്ചാൽ എൻ്റെ ശരീരം ദഹിപ്പിച്ചാൽ മതിയെന്ന്. ഇന്ന് ആ കുടുംബത്തെ സംബന്ധിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് അത് വലിയൊരു ഷോക്കായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, എന്താ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ശരീരം ദഹിപ്പിക്കില്ലല്ലോ. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ സംസ്കാര ചടങ്ങ് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന് പങ്കെടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾക്കൊക്കെ വരാതിരിക്കാൻ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ദൂരമുള്ള ആളുകൾക്ക്, ഞാൻ ബാംഗ്ലൂരാണ്, അവിടെ ഞാൻ മരിച്ചാൽ എൻ്റെ സംസ്കാരത്തിൽ നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. മരിച്ചാൽ അവിടെ എൻ്റെ ശരീരം ദഹിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ മാധ്യമങ്ങളെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ്, ബാംഗ്ലൂരാണോ തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. കാരണം എന്നെ 2 ദിവസം മുമ്പ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം എൻ്റെ ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്, വലിയ ചടങ്ങൊന്നുമില്ല, അവിടെ നീ ഇവിടെ നിൽക്കണ്ട, നീ തിരിച്ചു പോക്കോ എന്ന് പറഞ്ഞു വിട്ടു എന്നോട് പറയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് നാടോടി കപ്പലിൽ 4 മാസത്തെ പുസ്തകത്തെക്കുറിച്ച് ശ്രീ ഡോക്ടർ രവികുമാറോട് പറഞ്ഞു. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. ഘോഷയാത്ര നിർബന്ധമായും വായിച്ചിരിക്കണം. പക്ഷെ ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് ആ പുസ്തകം മാത്രമല്ല, യാത്രയെക്കുറിച്ച് മാത്രമല്ല, ആ യാത്രയിലെ ആമുഖം നിങ്ങൾ വായിക്കും. ഒരു ആമുഖമല്ല, 2 ആമുഖം അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ആമുഖം എഴുതിയത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകമായതുകൊണ്ട് ഒരു 3 പതിറ്റാണ്ട് മുമ്പ് എഴുതിയ ആണ്. അന്ന് മാതൃഭൂമിയിൽ അല്ല, എനിക്കത് മലയാളത്തിലാണ് തോന്നുന്നത്, മാതൃഭൂമിയിലാണ് അച്ചടിച്ചു വന്നത്. അത് അന്ന് അദ്ദേഹം മലയാളത്തിൽ എഴുതി തുടങ്ങിയിരുന്നില്ല, ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയ ആ യാത്രാവിവരണം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ തർജ്ജമ ചെയ്യുകയായിരുന്നു. അപ്പം അന്ന് അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു തകഴിയാണ് ആ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തകഴി അന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതാത്തത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടല്ലോ, എന്തിനാണ് ഇംഗ്ലീഷ് എഴുതുന്നത് പറഞ്ഞിട്ട് എനിക്കൊരു ആത്മവിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ്. പക്ഷേ മലയാറ്റൂർ രാമകൃഷ്ണൻ അത് വളരെ മനോഹരമായിട്ട് തർജ്ജമ ചെയ്തു. ആ യാത്രാവിവരണം വളരെ മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രചനയ്ക്കൊരു സ്വഭാവമുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. 2 ഭാഷയിലും എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നർമ്മബോധം, അദ്ദേഹം ആ ഒരു ഘോഷയാത്രയിൽ അദ്ദേഹം ഏകദേശം 60ഓളം കാലത്തെ പ്രശസ്തരായ ആളുകളെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പല പ്രമുഖരായ പത്രപ്രവർത്തകരുണ്ട്, ഫ്രാങ്ക് മോറിസ് മുതൽ പോത്തൻ ജോസഫ് വരെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവതരിപ്പിക്കുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു നർമ്മബോധം വളരെ കൃത്യമായി, ഒരു കാർട്ടൂണിസ്റ്റ് നർമ്മബോധം അദ്ദേഹത്തിലുണ്ട്. അപ്പം ഈ പിന്നെ നാടോടി കപ്പലിൽ 4 മാസം എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ വരച്ചിരിക്കുന്നത്, ആ പുസ്തകത്തിനകത്ത് 2 പേര് കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. ഒന്ന് മലയാറ്റൂർ രാമകൃഷ്ണനാണ്, മറ്റേത് നമ്മുടെ ബാൽ താക്കറെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത വ്യക്തിയാണ്. ബാൽ താക്കറെ അദ്ദേഹം ഘോഷയാത്രയ്ക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഈ പിന്നെ ഫ്രീ പ്രസിൽ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്ത സമയത്ത്
ബാൽത്താക്കറെ അതിൻ്റെ ഒരു മുറിയുടെ ഒരു മൂലയിൽ ഇരുന്ന് കുത്തിയിരുന്ന് കാർട്ടൂൺ വരയ്ക്കുന്ന കാണാം. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബാൽത്താക്കറെ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലുള്ള യാതൊരു രാഷ്ട്രീയമോ സംഘടനയോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നില്ല. അന്നുകൊണ്ടുള്ള ബന്ധമാണ് ബാൽത്താക്കറയുമായിട്ട്. ആ ബാൽത്താക്കറയാണ് ഇതിനകത്ത് ഈ കാർട്ടൂൺ വരച്ചിരിക്കുന്ന ഒരാൾ, രണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ജേർണലിസം വിദ്യാർത്ഥികളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്തിനാണ് ഈ പുസ്തകം 2018 ആ പുസ്തകം അവസാനം അതിൻ്റെ റീപ്രിന്റ് ഇറക്കിയത്. അതിൽ ഞാൻ എന്തിനാണ് ഈ പുസ്തകം വീണ്ടും പബ്ലിഷ് ചെയ്യുന്നത്? ഞാൻ ഈ യാത്ര നടത്തിയത് 50കളിലാണ്. 50കളിൽ നിന്ന് ഇന്ന് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തിലെത്തുമ്പോഴത്തേക്ക് കാലം എത്ര മാറിയിരിക്കുന്നു, ലോകമാകം മാറിയിരിക്കുന്നു, കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു, വിശ്വാസം മാറിയിരിക്കുന്നു, എല്ലാം മാറി തകിടം മറിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തകിടം മറിഞ്ഞ ഒരു കാലത്ത് ഞാൻ എന്തിനാണ് ഈ പഴയ കാര്യം വീണ്ടും അവതരിപ്പിക്കുന്നത്? പക്ഷെ നിങ്ങളത് വായിച്ചാൽ എന്തിനു നിങ്ങൾ വായിക്കണം എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലുണ്ട്. കാരണം നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ ഒക്കെ വായനാ സമ്പ്രദായത്തിൽ, നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൻ്റെ ശേഖരണത്തിൽ നിങ്ങൾ എത്രമാത്രം പഴയതിലേക്ക് പോകുന്നുണ്ട്. പണ്ട് കാലത്തെ പത്രപ്രവർത്തനം കേരളത്തിൽ എങ്ങനെയായിരുന്നു? ഞാനൊക്കെ 80കളിൽ പത്രപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. 90കളിൽ 21 രാജ്യത്തിലുമൊക്കെ സജീവമായിട്ടുന്ന ഒരാളാണ്. പക്ഷേ അന്നത്തെ കാലത്തെ പത്രപ്രവർത്തനം എങ്ങനെയായിരുന്നു? നിങ്ങൾക്കിപ്പോൾ ഇന്ന് സൗകര്യങ്ങളുള്ള കമ്പ്യൂട്ടറും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലും നിങ്ങളുടെ കയ്യിലുള്ള പല സംവിധാനങ്ങളും AI ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ഇവിടെ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? ആ ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാമോ? ആ അനുഭവങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ പഴയകാല പത്രപ്രവർത്തകരുടെ അനുഭവങ്ങൾ പഠിക്കണം. അതിൽ VJS ജോർജിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് വിശ്വത്തോളം വളർന്നു നിൽക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറയാറുണ്ട്, ഞാൻ വെറും ഒരു ജേർണലിസ്റ്റ് മാത്രമല്ല, ഞാനൊരു നാടോടിയാണ്. ഇടയ്ക്കിടെ അദ്ദേഹം രാജിവെച്ചിട്ട് യാത്ര പോകും. ഒരിക്കലും അദ്ദേഹം ഫ്രീ പ്രസ് ചാനലിൽ നിന്ന് രാജിവെച്ചിട്ട് ഇന്ത്യയിൽ തെണ്ടാനിറങ്ങി എന്ന് പറയാം. ഒരു തോൾസഞ്ചി നോക്കിക്കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി, കടത്തണ്ണുകളിൽ കിടന്നുറങ്ങി, ഇന്ത്യ മുഴുവൻ കണ്ടെത്താൻ വേണ്ടി ഒരു യാത്ര നടത്തും. രണ്ടാമത് അദ്ദേഹം ഈ കപ്പൽ യാത്ര നടത്തുന്നു. ഈ കപ്പൽ യാത്രയിൽ അദ്ദേഹം വെറുതെ ഒരു കപ്പൽ യാത്ര നടത്തിയല്ലോ, ഒരു യാത്രാ കപ്പലായിരുന്നില്ല അത്. അതൊരു ചരക്ക് കപ്പലായിരുന്നു. ചരക്ക് കപ്പലിൽ അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് ചരക്ക് കപ്പലിലെ കുശിനിക്കാരൻ സൂപ്പർവൈസറായിട്ടാണ് ചേരുന്നത്. 200-400 രൂപ ശമ്പളത്തിനുള്ള അവളുടെ അന്തസ്സായിട്ട് ഫ്രീ പ്രസ് ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി രാജിവെച്ചിട്ട് ഏതാണ്ട് $50 ഒരു ശമ്പളം വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ കുശിനിക്കാരനായിട്ട് ആ കപ്പലിൽ ജോലി ചെയ്തുകൊണ്ട് കുശിനിക്കാരുടെ ജീവിതം, ആ കപ്പലിലെ ജീവിതം, ആ 50കളിലെ കപ്പൽ എങ്ങനെയായിരുന്നു, 50ലെ യാത്ര എങ്ങനെയായിരുന്നു, 50കളിൽ അദ്ദേഹം കടന്നു പോകുന്ന രാജ്യങ്ങളിലെ തുറമുഖങ്ങളും രാജ്യങ്ങളും അവരുടെ ജീവിതവും സംസ്കാരവും എങ്ങനെയായിരുന്നു, അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അക്കാലത്തിൻ്റെ ചില നന്മകൾ. അന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഒരിക്കലെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ടൊരു ബസ്സിൽ കയറുന്നത് മൂടിയില്ലാത്തൊരു ബസ്സിലായിരുന്നു. ആ ബസ്സിലാകെ 3 സീറ്റേ ഉള്ളൂ, തടി സീറ്റ് മാത്രമേ ഉള്ളൂ ഇരിക്കാൻ. ബാക്കി ഇങ്ങനെ പുറമിങ്ങനെ വെറുതെ തുറന്നു കിടക്കുകയാണ് ആൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ആകെ ആ ബസ്സിൻ്റെ 5-6 മണിക്കൂർ കൊണ്ട് ആ ബസ് യാത്ര ചെയ്യുന്ന 50 കിലോമീറ്ററാണ്. അങ്ങനെയുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹം പിന്നീട് 3000 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്ന സൂപ്പർസോണിക് വിമാനത്തിൽ യാത്ര ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഈ ചരക്ക് കപ്പലിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഈ യാത്ര ചെയ്ത അദ്ദേഹം പിന്നീട് വളരെ അങ്ങേയറ്റത്തെ വലിയ പഞ്ചനക്ഷത്ര കപ്പലുകളിൽ ആർഭാടം ഉള്ള വലിയ കപ്പലുകൾ യാത്ര ചെയ്ത കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഫ്രീ പ്രസ് ചാനൽ ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് ഹോങ്കോങ്ങിൽ പോയി ഏഷ്യാവിക് എന്ന് പറയുന്ന വലിയൊരു പ്രസിദ്ധീകരണം തുടങ്ങി അതിൻ്റെ സ്ഥാപക എഡിറ്ററായിട്ട് മാറി ലോകം മുഴുവൻ സഞ്ചരിച്ചു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്ത്, പ്രത്യേകിച്ച് പത്രാധിപരായിരുന്ന കാലത്ത് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ആദ്യ യാത്ര എപ്പോഴും പത്രക്കാർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഏതോ എയർ ഇന്ത്യയുടെ ഓരോ വിമാനത്തിൽ പോകുമ്പോഴും ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് യാത്ര. അങ്ങനെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു. വളരെ സൂക്ഷ്മമായ നിരീക്ഷണ ബുദ്ധി കൊണ്ട് അദ്ദേഹം ഏത് രാജ്യത്ത് പോയാലും ഏത് ജനങ്ങളെ കണ്ടാലും അവരുടെ ജീവിതം, അവരുടെ ജീവിത സംസ്കാരം, അവരുടെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ചരിത്രവും എല്ലാം പഠിച്ചുകൊണ്ട് അങ്ങനെ ലോകത്തെ അളന്ന ഒരു മനുഷ്യനാണ് VJS ജോർജ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച ലോകത്തെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പരിദേവനങ്ങൾ ഒത്തിരിയുണ്ട്.
അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ കോളം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഏകദേശം 4 നൂറ്റാണ്ടോളം അദ്ദേഹത്തിൻ്റെ കോളം ഉണ്ടായിരുന്നു. പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ആ കോളം വായിക്കാൻ വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹം നൽകുന്ന ജനാധിപത്യ ബോധത്തോടെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നൽകുന്ന ആ ഒരു അവബോധം മാത്രമല്ല, മനോഹരമായ ഇംഗ്ലീഷിലൂടെ പുതിയ പുതിയ പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി കൂടെ ഞാനന്ന് അത് നിരന്തരമായിട്ട് ആ കോളം വായിച്ചിരുന്നു. അങ്ങനെ അതേ വ്യക്തി തന്നെ മലയാളത്തിൽ ഘോഷയാത്ര സ്വന്തം ഭാഷയിൽ മലയാളത്തിൽ എഴുതി കഴിയുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഈ മനുഷ്യന് മലയാളത്തിൽ എഴുതാൻ കഴിയുന്നല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഞാനധികം നീട്ടുന്നില്ല. ഈ ഇത്രമാത്രം ഉൾക്കാഴ്ചയുള്ള, ഇത്രമാത്രം ആഴത്തിൽ ഇന്ത്യയെയും ഇത്രമാത്രം ആഴത്തിൽ വിദേശത്തെയും പഠിച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതം എന്തായിരുന്നു, ആ പത്രപ്രവർത്തകൻ്റെ പിന്നെ നിരീക്ഷണങ്ങൾ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശ്രീ ടി ജെ മാത്യു, ഞാൻ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് മനോഹരമായൊരു സൗധമുണ്ട് കോവളത്ത്. കോവളം ബീച്ചിൽ കടലിലേക്ക് എത്തി നോക്കുന്ന അദ്ദേഹം പാറ ചുവരുകളാക്കിപ്പെടുന്ന ഒരു മനോഹരമായ സൗധം. ആ സൗധത്തിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ദീർഘകാലം അമേരിക്കയിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം അധികം പുസ്തകങ്ങളൊന്നും എഴുതാത്തത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള അനുഭവങ്ങളും പ്രതിഭകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് അവിടുത്തെ കോവളത്തെ കടൽത്തീരത്തെ ബീച്ചിലെ പാവപ്പെട്ട കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടികളിൽ നിന്ന് പുതിയൊരു തലമുറ, കാൽപന്തിൻ്റെ പുതിയൊരു തലമുറ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സും പണവും ആത്മാവും എല്ലാം അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ടി ജെ ജോർജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 വർഷം മുമ്പാണ്, ഒരു വർഷം മുമ്പാണ് അദ്ദേഹത്തെ വിട്ടുപോയത്. എന്നിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ശ്രീ ടി ജെ ജോർജിൻ്റെ കുടുംബാംഗങ്ങളുടെ വേദനയെല്ലാം പങ്കുചേർന്നുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് പ്രസ് ക്ലബിനും ഇൻസ്റ്റിറ്റ്യൂട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.